നമസ്കാരം. ഒരു ജപ്പാനീസ് മാംഗ ആർട്ടിസ്റ്റ് തന്റെ വരകളിലൂടെയും തന്റെ സ്വപ്നങ്ങളിലൂടെയുമെല്ലാം ജനമനസ്സിനെ വിറപ്പിക്കുന്ന കാഴ്ചയ്ക്കാണ് നമ്മളൊക്കെ കുറച്ച് നാളുകളായി തന്നെ സാക്ഷ്യം വഹിക്കുന്നത്. അവരുടെ പേരാണ് റിയോ തത്സുഗി. 2011 സുനാമി മുതൽ ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം വരെ അങ്ങനെ പല കാര്യങ്ങളിലും കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയതായി അവകാശപ്പെടുന്നുണ്ട് ഈ 70-കാരി. ഈ വർഷം ജൂലൈ 5 പുലർച്ചെ 4:18 വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് റിയോ പ്രവചിച്ചിരിക്കുന്നത്. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് അന്ധയായ ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാങ്കെ. രണ്ടാം ലോക മഹായുദ്ധം, ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെയും സർ ബോറിസ് മൂന്നാമന്റെയും മരണതീയതി തുടങ്ങിയവയെല്ലാം ബാബ വാങ്കെ പ്രവചിച്ചതായി പറയപ്പെടുന്നുണ്ട്. എല്ലാ വർഷാവസാനവും പ്രവചനങ്ങളുമായി എത്താറുള്ള ഈ ബാബ വാങ്കയുമായി പരക്കെ താരതമ്യം ചെയ്യപ്പെടുന്ന ജപ്പാനീസ് മാംഗ കലാകാരിയാണ് റിയോ തത്സുഗി. ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് റിയോ തത്സുഗി ഇത്തരം പ്രവചനങ്ങൾ നടത്താറുള്ളത്. തത്സുഗി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് 1999 ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത്. ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ കവർ പേജിലായിരുന്നു 2011 ദുരന്തത്തെപ്പറ്റി പറഞ്ഞിരുന്നത്. ഈ കൃതിയിൽ ആകെ 15 സ്വപ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ 13 ഇതുവരെ സത്യമായതായി ഇതിന്റെ ആരാധകർ വാദിക്കുന്നുണ്ട്. ഡയാന രാജകുമാരിയുടെ ദാരുണമായ മരണവും കോവിഡ് വ്യാപനവുമൊക്കെ അതിൽ പരാമർശിച്ചിരിക്കുന്നു എന്നാണ് വാദം. ഇതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ലെങ്കിലും ഇന്റർനെറ്റിൽ ജൂലൈ 5 നടക്കാൻ പോകുന്ന ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകൾ കൊടുങ്കാറ്റ് പോലെ ശക്തി പ്രാപിച്ചു. ആളുകൾ ഭയചകിതരായി. ഇതോടെ ജപ്പാൻ, ഹോങ്കോങ്, തായ്വാൻ തുടങ്ങി ജപ്പാനും ചൈനയ്ക്കുമിടയിലുള്ള യാത്രകൾ പോലും ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അന്നേ ദിവസം ബുക്ക് ചെയ്തിരുന്ന പല യാത്രകളും റദ്ദാക്കിയിട്ടുണ്ട്. ഇതോടെ ഇരു രാജ്യങ്ങളിലെയും വിനോദസഞ്ചാര മേഖലയെ പുതിയ പ്രവചനം ബാധിച്ചിട്ടുണ്ട്. റിയോ തത്സുഗിയുടെ ബുക്കിലുള്ള ഒരു പ്രവചനം ഇങ്ങനെയാണ്: ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടൽ തിളച്ചുമറിയും. ഇത് 2025 ജൂലൈ 5 പുലർച്ചെ 4:18 സംഭവിക്കുമെന്നാണ് ബുക്കിലുള്ളത്. ഇതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. സമുദ്രത്തിനടിയിൽ ഭൗമ അന്തർഭാഗത്തു നിന്നുള്ള ലാവ പുറത്തേക്ക് വരുന്നതിനെ പറ്റിയാകാമെന്ന് ചിലർ പറയുമ്പോൾ അതല്ല, അതൊരു വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാമെന്നാണ് ചിലർ വാദിക്കുന്നത്. കടൽ തിളച്ചുമറിയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും സൂചനയാണെന്ന് ചിലർ പറയുന്നുണ്ട്. ഇതോടെ കാര്യങ്ങളൊക്കെ കൈവിട്ട അവസ്ഥയാണ്. ഇന്റർനെറ്റിൽ ആകെ ജൂലൈ 5 ഡിസാസ്റ്റർ, റിയോ തത്സുഗി പ്രവചനം തുടങ്ങിയ ഹാഷ്ടാഗുകൾ നിറഞ്ഞു. ആളുകൾ വല്ലാതെ പേടിച്ചു. ചൈന, ജപ്പാൻ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ആ ദിവസങ്ങളിലെ വിനോദസഞ്ചാര യാത്രകൾ 80% റദ്ദാക്കിയിട്ടുണ്ട്. തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര ദ്വീപ സമൂഹത്തിൽ ശനിയാഴ്ച മുതൽ 470-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ ജനങ്ങൾക്ക് ആശങ്ക ഇരട്ടിയായി. ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ സത്യമാവുകയാണോ? അങ്ങനെയെങ്കിൽ ദുരന്തത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്നാൽ എവിടെ, എപ്പോൾ വൻ ഭൂകമ്പം ഉണ്ടാകുമെന്ന് കൃത്യമായി പറയാൻ ആർക്കും കഴിയില്ല എന്നാണ് ഭൂകമ്പ ശാസ്ത്രജ്ഞർ പറയുന്നത്. മറുവശത്ത് തന്റെ പുസ്തകത്തിന് ഇത്രയും ശ്രദ്ധ ലഭിക്കുന്നത് വളരെ പോസിറ്റീവായി കാണുന്നുവെന്നാണ് റിയോ തത്സുഗിയുടെ പ്രതികരണം. ഇത് ദുരന്ത നിവാരണ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത ഇത്തരം പ്രവചനങ്ങളിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ജപ്പാൻ ഭരണകൂടം ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്.